നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുനിയറ കരിമല വട്ടക്കണ്ണിപ്പാറ റോഡിന് അടുത്ത ബജറ്റിൽ 5 കോടി രൂപ അനുവദിക്കുമെന്നും BMNBC നിലവാരത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അനുമതി നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന ITIയിലെ ക്യാന്റീൻ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. വിഷയത്തിൽ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് SFIയുടെ തീരുമാനം. എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ വയോധികനിൽ നിന്ന് പണവും മദ്യവും തട്ടിയെടുത്ത 3 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശ മദ്യവിൽപ്പനശാലയിൽ നിന്നും വാങ്ങിയ മദ്യവും വയോധികന്റെ കൈവശമുണ്ടായിരുന്ന പണവുമാണ് പ്രതികൾ കൈക്കലാക്കിയത്. അടിമാലിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത 185 അടിമാലി 200 ഏക്കറിന് സമീപം വെച്ചായിരുന്നു കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മുനിയറ കരിമല വട്ടക്കണ്ണിപ്പാറ റോഡിന് അടുത്ത ബജറ്റിൽ 5 കോടി രൂപ അനുവദിക്കുമെന്നും BMNBC നിലവാരത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അനുമതി നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ചെറുതോണിയിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്നതോടെ മുനിയറ, പണിക്കൻകുടി, മരക്കാനം, ചിന്നാർ, നിരപ്പ് മേഖലകളിൽ KSRTC ഗ്രാമീണ ബസ് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരിമല ടൂറിസം പദ്ധതി 22 സ്മാർട്ട് അങ്കണവാടികൾ ഹൈടെക് ക്ലാസ് മുറികളാക്കിയ കൊന്നത്തടി ഗവൺമെന്റ് LP സ്കൂൾ, കൊന്നത്തടി UP സ്കൂൾ, മുതിരപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്തിലെ 19 വാർഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതും കൂടാതെ 18 ലക്ഷം രൂപ ചെലവിൽ 31 സോളാർ ലൈറ്റുകളും സ്ഥാപിച്ചത് തുടങ്ങി പഞ്ചായത്തിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് മന്ത്രി നിർവഹിച്ചത്. മുനിയറ ടൗണിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TP മൽക്ക, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സുമംഗല വിജയൻ, മേരി ജോർജ്, അച്ചാമ്മ ജോയി, അനീഷ് ബാലൻ, TK കൃഷ്ണൻകുട്ടി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷാജി കാഞ്ഞമല, ഷാജി കൊച്ചുപുര, VM ബേബി, ഷിജു മാനാംതടം എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കൊന്നത്തടി. കട്ടപ്പന ITIയിലെ ക്യാന്റീൻ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ക്യാന്റീൻ അടച്ചിട്ട മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. വിഷയത്തിൽ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് SFIയുടെ തീരുമാനം. കട്ടപ്പന ITI ക്യാമ്പസിനുള്ളിൽ ക്യാന്റീൻ പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഇത് തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചത്. ഈയിടെയായിട്ട് കഴിഞ്ഞ വർഷം പകുതിയോടുകൂടെ തന്നെ ഇവിടെ ക്യാൻറ്റീനിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് ഇവിടുത്തെ ആദ്യവർഷ വിദ്യാർത്ഥികളും സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം ഈ ക്യാമ്പസിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെ പോയി നടന്നു പോയിട്ട് വേണം അവർ ഭക്ഷണം കഴിക്കാൻ. അതുമാത്രമല്ല, തികച്ചും ഫുഡ് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇരട്ടി തുകയാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിരക്കിലായിരുന്നു ഇവിടെ ഭക്ഷണങ്ങൾ ലഭിച്ചിരുന്നത്. ഇത് ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്തിരുന്നു. സാധാരണക്കാരുടെയും തോട്ടം തൊഴിലാളികളുടെയും അടക്കം മക്കൾ പഠിക്കുന്നതാണ് ഇവിടെ. ക്യാന്റീൻ തുറന്നു പ്രവർത്തിക്കാത്തത് മൂലം വലിയ തുക മുടക്കി പുറത്തുപോയി ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യമാണ്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന കെടുകാര്യസ്ഥതയാണ് ഇതിന് പിന്നിലെന്ന് SFI ആരോപിക്കുന്നു. SFIയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ സമരം ശക്തമാക്കുമ്പോൾ ഇതിനെ അടിച്ചമർത്താനാണ് ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. തങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് SFIയുടെ തീരുമാനം. സിറ്റി വിഷൻ കട്ടപ്പന.
എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ വയോധികനിൽ നിന്ന് പണവും മദ്യവും തട്ടിയെടുത്ത 3-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലിയിലാണ് സംഭവം നടന്നത്. വിദേശ മദ്യവിൽപ്പനശാലയിൽ നിന്നും വാങ്ങിയ മദ്യവും വയോധികന്റെ കൈവശമുണ്ടായിരുന്ന പണവുമാണ് പ്രതികൾ കൈക്കലാക്കിയത്. അടിമാലി അമ്പലപ്പടി സ്വദേശി സിനു, മഞ്ഞാങ്കാല സ്വദേശി ബാബു, അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന സക്കീർ ഹുസൈൻ എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കേസിനാസ്പദമായ തട്ടിപ്പ് നടന്നത്. പോലീസ് സ്റ്റേഷന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന വിദേശ മദ്യ വിൽപ്പനശാലയിൽ നിന്ന് മദ്യം വാങ്ങിയ ശേഷം വാഹനം കാത്തുനിന്ന പാറത്തോട് സ്വദേശിയായ വയോധികനാണ് തട്ടിപ്പിന് ഇരയായത്. മദ്യം വാങ്ങി ബാഗിൽ വെച്ച ശേഷം അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെന്ന് പരിചയപ്പെടുത്തി പ്രതികളെത്തിയത്. വയോധികന്റെ ബാഗ് പരിശോധനയ്ക്കായി വാങ്ങി പ്രതികൾ 3000 രൂപയും മദ്യവും തട്ടിയെടുത്തെന്ന് പോലീസ് പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. അടിമാലിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ദേശീയപാത 185-ൽ അടിമാലി 200 ഏക്കറിന് സമീപം വെച്ചായിരുന്നു മന്ത്രിയുടെ വാഹനം കടന്നു പോകവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത്. ഭൂവിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലയിലെ ജനങ്ങളോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുമെന്നും ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അതിക്രമം നടത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ദേശീയപാത 185-ൽ അടിമാലി 200 ഏക്കറിന് സമീപം വെച്ചായിരുന്നു മന്ത്രിയുടെ വാഹനം കടന്നു പോകവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത്. കരിങ്കൊടിയുമായി മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെയെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് നീക്കി. മാങ്കുളത്തും അടിമാലിയിലും ഇന്ന് മന്ത്രിക്ക് പൊതുപരിപാടികളുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഷിൻസേലിയാസ്, അനിൽ കനകൻ, അലൻ നിതിൻ സ്റ്റീഫൻ, അമൽ ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രതിഷേധം നടന്നത്. സിറ്റി വിഷൻ, അടിമാലി. KPCC വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായ ഷാഫി പറമ്പിലിനെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച അടിമാലിയിൽ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. സ്റ്റേഷൻ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടിമാലിയിലും പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. സ്റ്റേഷൻ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ്, ജോർജ് തോമസ്, PR സലിംകുമാർ, ഹാപ്പി K വർഗീസ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. അപകട മേഖലയിൽ കണ്ണാടികൾ സ്ഥാപിച്ച ലയൺസ് ക്ലബ്ബ്. കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി റോഡ് സൈഡിൽ കണ്ണാടികൾ സ്ഥാപിച്ചത്. 2025-26 വർഷത്തെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കണ്ണാടികൾ സ്ഥാപിച്ചത്. പ്രവർത്തനം ആരംഭിച്ച് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നത്. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാടുമൂടിയ സംസ്ഥാന പാതയോരങ്ങൾ ശുചീകരിച്ചു. നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള സഹായങ്ങൾ നൽകി. ഭക്ഷ്യക്കിറ്റുകൾ വിതരണം നടത്തി. ചികിത്സാ സഹായങ്ങൾ നൽകി. രാജകുമാരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി കളിസ്ഥലം നിർമ്മിച്ചു നൽകി. തുടങ്ങി പ്രവർത്തനം ആരംഭിച്ച ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. സേവന പദ്ധതികളുടെ തുടർച്ചയുടെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡ് വശങ്ങളിൽ
കണ്ണാടികൾ സ്ഥാപിച്ചു. അപകട സാധ്യത കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണാടികൾ സ്ഥാപിച്ചത്. രാജകുമാരി NSS കോളേജ് പടിക്കലും മുരിക്കുംതൊട്ടി മാതേക്കൽപ്പടി റോഡിലുമാണ് കണ്ണാടികൾ സ്ഥാപിച്ചത്. രാജക്കാട് പൂപ്പാറ റോഡിൻ്റെ എല്ലാ വർഷവും 3-4 പേരുടെയെങ്കിലും ജീവൻ അപകട മരണം മൂലം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു സ്ഥലമായ കൊളപ്പാറച്ചാൽ NSS കോളേജിന് മുമ്പിൽ നമ്മളൊരു മിറർ സ്ഥാപിച്ചു ചെയ്യുകയുണ്ടായി. ഈ അപകടങ്ങൾ കുറയാൻ വേണ്ടിയിട്ട്, മനുഷ്യരുടെ ജീവഹാനി സംഭവിക്കുന്നത് കുറയാൻ വേണ്ടിയിട്ട് ലയൺസ് ക്ലബ്ബ് ഓഫ് കുർള സിറ്റി ചെയ്യുന്ന NSS കോളേജ് പടിക്കൽ സ്ഥാപിച്ച കണ്ണാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N പ്രവീണും മുരിക്കുംതൊട്ടി മാതേക്കൽപ്പടി റോഡിൽ സ്ഥാപിച്ച കണ്ണാടിയുടെ ഉദ്ഘാടനം ക്ലബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ജിക്സൺ ജോസും നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ് ക്യാബിനറ്റ് അംഗങ്ങളായ ജോർജ് അരിപ്ലാക്കൽ, എബിൻസ് ജോൺ, കോളേജ് യൂണിയൻ ചെയർമാൻ അജ്മൽ, ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. സേനാപതി ആത്മാവ് സിറ്റിയിൽ നടന്ന കുടുംബസംഗമം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെമിനാറുകളും കൺവെൻഷനുകളും സംഘടിപ്പിച്ചു വരുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡ് തല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമവും മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് ഏകദിന സെമിനാറുകളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരികയുമാണ്. ഇതിന്റെ ഭാഗമായി സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേനാപതി ആത്മാ സിറ്റിയിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. നോബർട്ടിന്റെ ഭവനാങ്കണത്തിൽ നടന്ന 1, 2, 13 വാർഡുകളുടെ കുടുംബസംഗമം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉടനീളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സേനാപതി മണ്ഡലത്തിൻ്റെ 3 വാർഡുകളുടേതായിട്ടുള്ള ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
നമ്മൾ മഹാത്മാഗാന്ധി കുടുംബസംഗമം എന്ന പേര് കൊടുക്കാൻ കാരണം മഹാത്മാഗാന്ധിക്ക് എതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ, അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ DCC വൈസ് പ്രസിഡന്റ് KS അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് പ്രസിഡന്റ് സിജു ജോസഫ്, രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബി അജി, ബെന്നി ഇല്ലിമുട്ടിൽ, ബിജു രമേശ്, ജോസ് പുത്തപ്പള്ളി, സെബാസ്റ്റ്യൻ വട്ടപ്പാറ, കണ്ണൻ കുന്നേൽ, ബിജി ബെന്നി, ഷൈജ അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും വികസന സദസ്സും നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മാങ്കുളത്ത് നിന്നുയരുന്ന മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലും വികസന സദസ്സ് സംഘടിപ്പിച്ചത്. 2000-ൽ രൂപീകൃതമായ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷവും ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും വികസന സദസ്സിനൊപ്പം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാങ്കുളത്ത് നിന്നുയരുന്ന മലയോര ഹൈവേ വിഷയം ജില്ലാ കളക്ടറേറ്റ് ചുമതലപ്പെടുത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ച് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറിയപ്പോൾ 6-ാം മൈൽ മുതൽ കുർത്തിക്കൊടി വഴി ഉള്ള റോഡിൽ 7.5 കിലോമീറ്റർ പണത്തിലൂടെ പോകുന്നൊരു ഭാഗത്തിന്റെ പ്രശ്നമാണ് ശ്രദ്ധയപ്പെട്ടത്. ഇന്നലെ ഞങ്ങളെ ഇടുക്കിടുന്ന റോഡിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 7.5 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. റോഡ് റോഡായിട്ട് കിടക്കില്ല. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ദേവികുളം MLA അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധികളെയും ആദ്യകാല കുടിയേറ്റ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒടുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ, വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ അടിമാലി. മൾട്ടി റൂട്ട് ജാതി കൃഷിയിലൂടെ ശ്രദ്ധേയനായ ജാതി കർഷകനും അടിമാലി സ്വദേശിയുമായ ചെറുകുന്നേൽ CM ഗോപിക്ക് സംസ്ഥാന അവാർഡ്. കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് CM ഗോപി അർഹനായത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് CM ഗോപി അവാർഡ് ഏറ്റുവാങ്ങി. 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച തോട്ടവിള കർഷകനുള്ള കേരള ബാങ്ക് നൽകുന്ന സഹകാരി കർഷക അവാർഡിനാണ് അടിമാലി സ്വദേശിയായ CM ഗോപി അർഹനായത്. ജാതി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള CM ഗോപിയുടെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് CM ഗോപി അവാർഡ് ഏറ്റുവാങ്ങി. സഹകാരി കർഷക അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം CM ഗോപി പങ്കുവച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയാണ് ഈ അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിമാലി വിസ്തരണ ബാങ്കിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് എൻ്റെ ഒപ്പിട്ട് അങ്ങനെ ആ ബാങ്ക് വഴി കൊടുത്തു. എന്തായാലും അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്ലാന്റേഷൻ വിഭാഗത്തിനുള്ള അവാർഡ് അടിമാലിൽ എനിക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജാതി കൃഷിയിൽ CM ഗോപി നടത്തിയ നൂതന കണ്ടുപിടുത്തം കാർഷിക മേഖലയ്ക്ക് തന്നെ പുതിയ ഉണർവ് നൽകുന്നതായിരുന്നു. ജാതി കൃഷിയിൽ 100 മേനി വിളവ് ലഭിക്കാൻ മൾട്ടി റൂട്ട് ലോങ് ബഡ് ജാതി തൈകൾ ജനകീയമാക്കുന്നതിൽ CM ഗോപിയുടെ പങ്ക് പ്രധാനമാണ്. ജാതി കൃഷിക്കൊപ്പം മൾട്ടി റൂട്ട് ജാതി തൈകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വിപുലമായ നഴ്സറി സംവിധാനവും അടിമാലിയിൽ CM ഗോപി ഒരുക്കിയിട്ടുണ്ട്.
ഇതിനോടകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും അർഹനായ ആൾ കൂടിയാണ് ചെറുകുന്നേൽ CM ഗോപി. സിറ്റി വിഷൻ, അടിമാലി. കട്ടപ്പന ഓഫ് റോഡ്സ് എക്സ്ട്രീം 4x4 ക്ലബിന്റെ ലോഗോ പ്രകാശനവും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉദ്ഘാടനവും നടന്നു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ഓഫ് റോഡ്സ് എക്സ്ട്രീം 4x4 ക്ലബിന്റെ ലോഗോ പ്രകാശനവും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉദ്ഘാടനവും ഫുട്ബോൾ ടീം ജേഴ്സി പ്രകാശനവും കട്ടപ്പന സർവീസ് സഹകരണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് റിനോയ് രാജു അധ്യക്ഷനായ യോഗത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഓഫീസിലുണ്ടായിരുന്നു ഓരോ സാധനങ്ങളും എടുത്ത് വരുന്നവർക്ക് ലിസ്റ്റ് എഴുതി തന്നുവിടാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് ഇവര് ക്ഷണിക്കാൻ വന്നത് എന്നോട് പറഞ്ഞു. ഞാൻ 2018 പ്രളയ കാലത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലോ, ഓരോ മുഖങ്ങളും വന്ന് ആരോരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളില് അവരവരുടെ വണ്ടിയുമായിട്ട് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര മുഴുവൻ കുത്തി ഒലിച്ചു പോയ ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ കാണിച്ച ആ ഒരു എന്താ പറയുക, ഒരു സാന്നിധ്യം. കമ്മ്യൂണിറ്റി അംഗങ്ങളിൽ നിന്നും നറുക്കിട്ട് തെരഞ്ഞെടുത്ത ഷൈബിൻ അഗസ്റ്റിൻ കമ്മ്യൂണിറ്റി ലോഗോ പ്രകാശനം ചെയ്തു. ഫുട്ബോൾ ജേഴ്സി പ്രകാശനം റോട്ടറി ക്ലബ് അപ് ടൗൺ പ്രസിഡന്റ് പ്രദീപ് S. മണി നിർവഹിച്ചു. നിലവിൽ കമ്മ്യൂണിറ്റി അംഗത്വത്തിൽ ഉള്ളത് 62 പേരാണ്. അതിൽ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്നു. 2012 തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് കട്ടപ്പന ഓഫ് റോഡ്സ് എക്സ്ട്രീം 4x4. 2018 പ്രളയകാലത്തെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി സാലിഷ് അഗസ്റ്റിൻ, ട്രഷറർ പ്രവീൺ മോഹൻ, വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ മാത്യു, ജോയിന്റ് സെക്രട്ടറി അജീഷ് ജോസഫ്, എക്സിക്യൂട്ടീവ് അംഗം ടോണി മാത്യു, ശ്രീജിത്ത് BV മറ്റ് അംഗങ്ങൾ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ, വെള്ളി ഗ്രാമിന് 195 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുനിയറ കരിമല വട്ടക്കണ്ണിപ്പാറ റോഡിന് അടുത്ത ബജറ്റിൽ 5 കോടി രൂപ അനുവദിക്കുമെന്നും BMNBC നിലവാരത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അനുമതി നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന ITIയിലെ ക്യാന്റീൻ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. വിഷയത്തിൽ നടപടി സ്വീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് SFIയുടെ തീരുമാനം. എക്സൈസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വയോധികനിൽ നിന്ന് പണവും മദ്യവും തട്ടിയെടുത്ത 3 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശ മദ്യവിൽപ്പനശാലയിൽ നിന്നും വാങ്ങിയ മദ്യവും വയോധികന്റെ കൈവശമുണ്ടായിരുന്ന പണവുമാണ് പ്രതികൾ കൈക്കലാക്കിയത്. അടിമാലിയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത 185 അടിമാലി 200 ഏക്കറിന് സമീപം വെച്ചായിരുന്നു കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.